ബി ഗണേഷ് കുമാർ ഇല്ലാതാവുമ്പോൾ ആ സ്ഥാനത്തേക്ക് പകരം ഒരാളെ കൊണ്ടുവരുന്നു. അദ്ദേഹം അവിടെ മത്സരിക്കുന്നു. അദ്ദേഹം മത്സരിച്ച് കഴിഞ്ഞാൽ 100% ജയിക്കും. കാരണം അവിടെ LDFന്റെ പാനലിൽ ജയിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ അത് UDFിലേക്ക് മറിയുകയോ ചെയ്യും. എന്നിട്ട് കേരള കോൺഗ്രസ് ബിയുടെ പാനലിൽ മന്ത്രിയാകുക എന്നതായിരിക്കും അവർ വന്നാണ് ഉദ്ദേശം. ചിലപ്പം ഇനി ആ ചെയ്യാൻ ഉദ്ദേശിച്ചവർ എന്തായാലും അദ്ദേഹത്തിനോട് എപ്പോഴും 10 പേര് ആ വീട്ടിലെ പരിസരത്തുണ്ടായിരുന്നു. ഈ 10 പേരുടെ മൊബൈൽ ഫോൺ പരിശോധിക്കണം. അല്ലെങ്കിൽ ഇപ്പൊ 20 പേരുണ്ടായി, 20 പേരും പുള്ളിയെ താങ്ങി നടക്കുന്നതാണ്. 20 പേരെ ആരാണ് ഒറ്റിയെന്ന് അറിയണമല്ലോ. എന്തായാലും കോൺഗ്രസ് ഇന്ന് ആരും ഒന്നും ഒറ്റത്തില്ല. അദ്ദേഹത്തെ താങ്ങി നടക്കുന്ന വ്യക്തികൾ തന്നെയാണ് അദ്ദേഹത്തെ ഒറ്റിയത് എന്നുള്ളത് വ്യക്തമാണ്. ഉറപ്പായിരിക്കും. അല്ലാതെ പുറത്തുനിന്ന് ആരും വന്ന് ചെയ്യാൻ പറ്റും. ഇപ്പൊ ജ്യോതികുമാർ ചാമക്കാരുടെ ആൾക്കാരൊന്നും വന്ന് അവിടെ വന്ന് പണി നടത്താൻ പോകുന്നില്ല. ആര് വരും? CPM ആരെങ്കിലും ചെയ്യും. കാരണം CPM ആണ് പുള്ളിയെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വ്യവസായി ഇദ്ദേഹത്തിന്റെ ഭാര്യയുമായിട്ട് ചർച്ച നടത്തിയെന്നും കുറെ നീക്കുപോക്കുകൾ നടത്തി എന്നുള്ള വാർത്തകളും കേൾക്കുന്നുണ്ട്. അദ്ദേഹമാണ് ഫൈനലായി പോയി ചർച്ച നടത്തിയെന്നാണ് അറിഞ്ഞത്. കാരണം ഈ ബിന്ദുവിന്റെ പാലക്കാട്ടെ വീട്ടിലേക്കാണെന്ന് തോന്നുന്നു പോയതും പുള്ളി പോയി ചർച്ച നടത്തിയെന്നും ആ ചർച്ചയുടെ ഭാഗമായിട്ട് 5000 കാമുകിമാരോടൊത്ത് പോയതിന്റെ വിഷമം മാത്രമേ ബിന്ദുവിനുള്ളൂ. അല്ലാതെ വേറെ ഒന്നും പരാതിയില്ല. ഗണേശേട്ടൻ വളരെ നീറ്റാണെന്ന് പറയുകയുണ്ടാവുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അവർ എന്തിനു വേണ്ടി ചെയ്തു? ഇപ്പം നമ്മുടെ തന്നെ അവിടെ തന്നെ പിണറായി മന്ത്രിസഭയിൽ തന്നെ ഉള്ളതാണ് മുകേഷ്. അദ്ദേഹവും സിനിമാ നടനാണ്. അദ്ദേഹം വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത് വിവാഹം കഴിച്ചിട്ടുണ്ട് മേതിൽ ദേവിക. ഒരു സദസ്സിൽ പോലും അവർ വേർപെട്ടു, അവർ വേർപിരിഞ്ഞു. പക്ഷെ ഒരു സദസ്സിൽ പോലും മേതിൽ ദേവിക ആരെക്കുറിച്ച് മുകേഷിനെ കുറിച്ചൊരു കുറ്റവും പറഞ്ഞു. അല്ല, അന്നേരം ഈ മുകേഷ് എന്ന് പറയുന്ന വ്യക്തി ഒരു എന്റർപ്രണർ അല്ല. നമ്മൾ കേട്ടിടത്തോളം ഒരു എന്റർപ്രണർ അല്ല. അദ്ദേഹം ഒരു മന്ത്രിയായിരുന്നില്ല. ഇദ്ദേഹം പക്ഷേ ഒരു എന്റർപ്രണറാണ്. ഇദ്ദേഹം മന്ത്രിയാണ്. അങ്ങനെയുള്ള സ്ഥാനമാനങ്ങളൊക്കെ വഹിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ. അപ്പൊ ഇദ്ദേഹത്തെ തകർക്കുക എന്നൊരു ഉദ്ദേശം അതിനെ ഭാര്യയെ വെച്ച് ചെയ്യണോ? ഭാര്യ പോയി ചെയ്യേണ്ട കാര്യമുണ്ടോ? അത് അംഗീകരിക്കാൻ നിൽക്കേണ്ട കാര്യമുണ്ടോ?